Good morning, dear friends. Today we shall discuss about the module 4 of life skill development and training. Our first topic on this module is self-esteem. Self-esteem refers to the way we see and think about ourselves. Self-esteem is your opinion about yourself. High self-esteem is good and low self-esteem is a bad opinion of yourself. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ്. എ പേഴ്സൺ ഡെവലപ്പ് ഹിസ് ഓർ ഹർ സെൽഫ് എസ്റ്റീം ത്രൂ ഔട്ട് ദ ലൈഫ് ത്രൂ എക്സ്പീരിയൻസസ്. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഇതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം ഷേപ്പ് ചെയ്യുന്നതിലേക്കായിട്ട്. നൗ ലെറ്റ് us see why self-esteem is so important. Building self-esteem is a first step towards your happiness and a better life. If you have low confidence or low self-esteem, you will find it impossible to be the person you could be and your happiness will be limited. ഒരാൾക്ക് തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും അതുവഴി സന്തോഷം കണ്ടെത്താനും സഹായിക്കുന്ന ഒന്നാണ് സെൽഫ് എസ്റ്റീം എന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സ്വയം ഒരു മതിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലൈഫ് സക്സസ് ഇൻ ഫ്യൂച്ചർ. സെൽഫ് എസ്റ്റീം ഇല്ലാതെ പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് വളരെയധികം നമ്മുടെ ജീവിതത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. ലോ സെൽഫ് എസ്റ്റീം കോസസ് ഡിപ്രഷൻ, അൺഹാപ്പിനെസ്, ഇൻസെക്യൂരിറ്റി. ഡ്യൂ ടു ലോ സെൽഫ് എസ്റ്റീം അതേഴ്സ് ഡിസയേഴ്സ് മേ ടേക്ക് പ്രിഫറൻസ് ഓവർ യുവേഴ്സ്. നമ്മുടെ ഇഷ്ടത്തിലേക്കാൾ അതീതമായിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കപ്പെടുക എന്നുള്ളൊരവസ്ഥ ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീമിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇന്നർ ക്രിറ്റിസിസം ദാറ്റ് നാഗിങ് വോയിസ് ഓഫ് ഡിസപ്രൂവൽ ഇൻസൈഡ് യു കോസസ് യു സ്റ്റബിൾ അറ്റ് എവറി ചാലഞ്ച് ആൻഡ് ദ ചാലഞ്ചസ് സീംസ് ഇമ്പോസിബിൾ. ഇത്തരക്കാർക്ക് ഒരു കാര്യവും ധൈര്യപൂർവ്വം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല. അത്തരം ധൈര്യത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഉള്ളിലുള്ള നിരാശ. ഈ നിരാശ ഉണ്ടാവുന്നത് സെൽഫ് എസ്റ്റീമിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. Now let us see the factors which lead to high and low situation of self-esteem. High self-esteem in us can be developed if we are in such a situation that if we are being praised, if you are listened to, if you are being spoken to respectfully, if you are getting attention, if you are experiencing a success, having trustworthy friends. This is most important, having a good friendship. So these are the factors which in turn develop high self-esteem in a person. And the low self-esteem is caused by experiencing continuous failure. ഫെയിലിയർ മാത്രമല്ല, നമ്മളിൽ നിന്ന് 100% പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ബന്ധുജനങ്ങളും ഫ്രണ്ട്സും സൊസൈറ്റിയും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്തും നമുക്ക് സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരും സമൂഹവും ഒറ്റപ്പെടുത്തുമ്പോഴും അവർ കളിയാക്കുമ്പോഴും ഇഗ്നോർ ചെയ്യുന്ന സമയത്തും അതുപോലെ ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ ഏറ്റുവാങ്ങേണ്ട സമയത്തും രൂക്ഷമായി വിമർശിക്കപ്പെടുമ്പോഴൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ എപ്പോഴും സെൽഫ് എസ്റ്റീം നേടുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ലെറ്റ് us now see the tips for building self esteem. സെൽഫ് എസ്റ്റീം എന്നത് ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഫോർ ദാറ്റ് വി ഷുഡ് ലേൺ ടു ബി മോർ അസേർട്ടീവ്. അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാനുള്ള ധൈര്യമുണ്ടായിരിക്കുക, അത് കാണിക്കുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ സെൽഫ് എസ്റ്റീമിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ദെൻ യു ഷുഡ് ബിലീവ് യുവർ സെൽഫ് ആൻഡ് മേക്ക് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് കീപ് ട്രൈയിങ് ഫോർ അച്ചീവിങ് യുവർ ഗോൾസ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ചാലഞ്ചിങ് ആയിട്ട് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം, പ്രൈഡ് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, പുതിയൊരു സ്കില്ല്, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ സ്കില്ല് എന്നും പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തുകയും നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്.
and you keep always in mind that what matters most is how you see yourself. No one can make you feel inferior without your consent. Now let us move on to the next topic, that is self-awareness. Self-awareness means the ability to monitor our inner world or thoughts and feelings. നമ്മെ അറിയുക, സ്വയം അറിയുക എന്നൊക്കെയാണ് സെൽഫ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളും നമ്മുടെ കഴിവുകേടുകളും എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമാണ് ഏത് കാര്യവും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. Now let us see the different ways to improve self-awareness. First of all, ask for feedback. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിനോടും മറ്റും. കാരണം നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നതെന്നതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇത് സഹായിക്കും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കറക്ഷൻസ് നടത്താം. അങ്ങനെ സെൽഫായിട്ടുള്ളൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. നെക്സ്റ്റ് ഇസ് റെക്കഗ്നൈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ശക്തി കേന്ദ്രം എന്താണെന്ന് മനസ്സിലാക്കി അത് നിലനിർത്താനും അതുപോലെ വീക്ക്നെസ്സിൻ്റെ പുറത്ത് മാറ്റങ്ങൾ വരുത്താനും ഇത് സഹായിക്കും. നെക്സ്റ്റ് ഇസ് സെൽഫ് റിഫ്ലെക്റ്റ്. ദാറ്റ് ഈസ് ദിസ് അൺലോക്ക് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് സെൽഫ് റിഫ്ലെക്റ്റ് എന്നത്. നെക്സ്റ്റ് ഇസ് മോണിറ്റർ യുവർ സെൽഫ് ടോക്ക്. മേക്ക് ഷുവർ ദാറ്റ് യുവർ സെൽഫ് ടോക്ക് ഇസ് പോസിറ്റീവ്. സ്വയം എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നതും സ്വയം സംസാരിക്കേണ്ടതും നമ്മുടെ വിജയങ്ങളെ പറ്റിയിട്ടാണ്, അല്ലാതെ പരാജയങ്ങളെ പറ്റി എപ്പോഴും ദുഃഖത്തോടെ ചിന്തിക്കുന്നതും സ്വയം സംസാരിക്കുന്നതും സെൽഫ് അവെയർനെസ്സിനെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രാക്ടീസിങ് സേയിങ് നോ. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ ശീലിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഇഷ്ടമില്ലാതെ ചില കാര്യങ്ങളൊക്കെ സമ്മതിച്ച് കൊടുക്കേണ്ടി വരുന്നത് പിന്നീട് എപ്പോഴും നമ്മൾ റിഗ്രറ്റോടു കൂടെ തന്നെ അതിനെ ആലോചിക്കും. അങ്ങനെ നമ്മളിലുള്ള ഒരു മതിപ്പ് നമുക്ക് തന്നെ ഇല്ലാതാവുകയും നമ്മെ സ്വയം വിലയിരുത്തുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊന്നും ഇല്ലാതെ പോവുകയും ചെയ്യും. സോ നോ പറയുന്നത് ആദ്യമൊക്കെ വളരെ വിഷമമുണ്ടാക്കുമെങ്കിലും പിന്നീട് വളരെ സന്തോഷത്തോടു കൂടിയും പ്രൈഡോടു കൂടിയും നമ്മൾ അത് ആലോചിക്കും. അതുപോലെ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 3 തവണ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്വയം അത് ശരിയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സോ ദീസ് ആർ ദ ടിപ്സ് ഫോർ മേക്കിംഗ് ഗുഡ് സെൽഫ് അവെയർനെസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് സെൽഫ് കൺട്രോൾ. വാട്ട് ഡസ് ആക്ച്വലി സെൽഫ് കൺട്രോൾ മീൻസ്? സ്വയം നിയന്ത്രിക്കുക. That is, self-control is the ability to control one's emotion, behavior and desires in order to obtain some reward later. വളരെ പ്രയാസകരമാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം നിയന്ത്രിക്കുന്നത് എങ്കിലും പിന്നീട് ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആലോചിക്കുമ്പോൾ അത് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് നമുക്ക് മനസ്സിലാവും. ആക്ച്വലി സെൽഫ് കൺട്രോൾ ഇസ് എ സ്ട്രെങ്ത്. അതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ ബുദ്ധിയെ ഒരിക്കലും നമ്മുടെ വികാരങ്ങൾ ഭരിക്കാതിരിക്കുക എന്നുള്ളത് ഏതൊരു ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തിയും ആർജിച്ചെടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്കില്ലാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് കൺട്രോൾ. നൗ ലെറ്റ് us discuss about assertiveness. Assertiveness means express oneself openly and honestly, പോസിറ്റീവ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഉറച്ച നിലപാടുള്ളൊരു വ്യക്തിയെ എപ്പോഴും എല്ലാവരും ആദരിക്കും. അസർട്ടീവ്നെസ് ഇസ് അബൌട്ട് സെൽഫ് കോൺഫിഡൻസ്, വിച്ച് മീൻസ് ഹാവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഒരു കാര്യത്തിൽ നിലപാടുണ്ടായിരിക്കുക, അതിലുറച്ചു നിൽക്കുക. സത്യസന്ധവും ശരിയും എന്ന് തോന്നുന്ന നിലപാടുകൾ തുറന്നു പറയാൻ മടിക്കാതിരിക്കുക. ചില ആളുകൾ ഒരിക്കലും തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും അത് സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല.
ചിലരാണെങ്കിൽ വളരെ അഗ്രസീവായിട്ട് പെരുമാറും. ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അസേർട്ടീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വ്യക്തി. ബീയിങ് അസേർട്ടീവ് ഈസ് ഫോക്കസിങ് ഓൺ യുവർ ഗോൾ. ഇറ്റ് ഈസ് ബീയിങ് സെൽഫ് അവെയർ and true to yourself. Being assertive is building self-esteem. Being assertive is nurturing yourself. So we are moving on to the next topic, that is emotional quotient. ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അളവുകോലാണ് ശരിക്കും ഇമോഷണൽ കോഷ്യൻ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Now let us first define what is emotional intelligence. It is the ability to sense, understand, and effectively apply the power of emotions to facilitate higher levels of productivity, communication, and collaboration. നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും അത് ശരിയായ സന്ദർഭത്തിൽ ശരിയായ വിധത്തിൽ പ്രയോഗിക്കാനുമുള്ള സ്കില്ലാണ് അല്ലെങ്കിൽ വളരെ പെക്യൂലിയർ ആയിട്ടുള്ളൊരു കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനുള്ള നമ്മുടെ കഴിവിനെയും അതുപോലെ അവരോട് കൂടിച്ചേരാനുള്ളതും ഇമോഷൻസിനെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പല തൊഴിൽ ദാതാക്കളും IQവിന് പകരമായിട്ട് ഇന്ന് EQ ആണ് മെഷർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇമോഷണൽ ഇൻ്റലിജൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഡിസിഷൻ മേക്കിങ്ങിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം EQ ഉള്ളവരാണ് എന്നത്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ EQ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയും തൻ്റെ കീ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് EQ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നുണ്ട്. സോ EQ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് എ ജോബ് സീക്കർ ഈസ് കൺസേൺഡ്, and also for a person who seek success in life should practice to improve their EQ. The elements of emotional quotient are self-awareness, self-management, social awareness and relationship management. ഒരു വ്യക്തിക്ക് തൻ്റെ സോഷ്യൽ ഇൻ്റലിജൻസിൽ കുറവ് സംഭവിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ he will be difficult to hold a job and to maintain relationship. The family members and himself will be very much frustrated and he will not be able to successfully live in a society. So all should have to build up good social intelligence. Now we can see that how is social intelligence measured. Social quotient is the measure of one's social skill or social intelligence. It is a statistical abstraction similar to the standard score approach used in IQ test with a means of 100. One can change their SQ by altering their attitude and behavior in response to their complex social environment. Now let us see the skill quotient. Skill quotient is the indicator of all-round exposure of a person. These are the different conceptual skills for a person. ഇവയൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ വ്യാപ്തിക്കനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ സ്കിൽ കോഷ്യൻ്റ് ഡെവലപ്പ് ആവുന്നത്. Now let us discuss about conflict resolution. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ അത്യാവശ്യം വേണ്ടുന്നതും എന്നാൽ വളരെ സങ്കീർണവുമായിട്ടുള്ളൊരു കഴിവാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽ എന്ന് പറയുന്നത്. Now let us define what a conflict is. It is any situation in which two or more parties feel themselves in opposition. Conflict is an interpersonal process that arises from disagreements over the goals to attain or the methods to be used to accomplish these goals. വ്യക്തികൾ പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളവരാവും. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എപ്പോഴും ആശയങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെയാണ് സംഘടനം തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഇന്നവിറ്റബിൾ പാർട്ടായി മാറുന്നത്. സോ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഈസ് കൺസെപ്ഷ്യലൈസ്ഡ് ആസ് എ മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ഫെസിലിറ്റേറ്റിംഗ്
ദ പീസ്ഫുൾ എൻഡിങ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് റീട്രിബ്യൂഷൻ. ഒരു സംഘട്ടനം സമാധാനപരമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ റിസോൾവിങ് എ കോൺഫ്ലിക്റ്റ്. ഫസ്റ്റ് വൺ ഇസ് കോംപ്രമൈസിങ്, സെക്കൻഡ് ഇസ് ഫോഴ്സിങ്, third is avoiding, then smoothing and confronting. These are the different ways to resolve a conflict. കോംപ്രമൈസിങ് അഥവാ അനുരഞ്ജനം എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു സ്ട്രാറ്റജി. പരസ്പരം പറഞ്ഞ് ഒരു മധ്യവർത്തി ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തുതീർപ്പിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോംപ്രമൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. രണ്ട് കക്ഷികളുള്ളതിൽ ഒരു കക്ഷിയുടെ തീരുമാനങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാതെ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവോയ്ഡിങ് എന്ന് പറയുന്ന രീതി. രണ്ട് കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് എതിർ കക്ഷിയുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ വിലയും മതിപ്പും കൊടുക്കുന്ന ഒരു രീതിയാണ് സ്മൂത്തിങ് എന്ന് പറയുന്നത്. അടുത്തത് കൺഫ്രണ്ടിങ് ആണ്. അത് ഏറ്റവും വൈസ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തഡോളജിയാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ രണ്ട് കക്ഷികൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും പരസ്പരം വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്യുകയും പരസ്പരം രണ്ടുപേർക്കും യോജിക്കാവുന്ന തരത്തിലുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് കൺഫ്രണ്ടിങ്. ഇതിന് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് എന്നൊക്കെ പേരുകളുണ്ട്. സോ ബൈ ദെൻ വി ആർ കൺക്ലൂഡിങ് അവർ ക്ലാസ് ആൻഡ് ഓൾസോ ദ ഫോർത്ത് മൊഡ്യൂൾ which is the last module of our syllabus. Prepare well and write exams. Thank you for watching.